നാരദൻ പറഞ്ഞു, സ്ത്രീകൾ മൂലം മനുഷ്യർ നശിക്കാൻ ഇടയുണ്ട്. ഞാൻ ഒരു കഥ പറയാം. അങ്ങനെ സുന്ദോപസുന്ദന്മാർ ഒരു സ്ത്രീ കാരണം മരിച്ചു വീണു. ഒരിക്കൽ യാദൃച്ഛികമായി യുധിഷ്ഠിരനും പാഞ്ചാലിയും കൂടിയിരിക്കുന്ന സ്ഥലത്തേക്ക് അർജുനൻ ചെന്നെത്താൻ ഇടയായി. അതിൻ്റെ പ്രായശ്ചിത്തമായി 12 മാസം നീളുന്ന ബ്രഹ്മചര്യം വനവാസം സ്വീകരിക്കാൻ അർജുനൻ തീരുമാനിച്ചു. അർജുനനെ ആ സുന്ദരി തൻ്റെ നാട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. ഒരു അഭ്യർത്ഥനയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ ഒരു കാര്യത്തിന് വേണ്ടി ബ്രഹ്മചര്യവ്രതം ലംഘിക്കുന്നതിൽ തെറ്റില്ല എന്ന് ആ സുന്ദരി അർജുനനോട് പറഞ്ഞു. നമസ്കാരം. മഹാഭാരത പര്യടനത്തിലേക്കും ജസ്റ്റ് ഡീകോഡ് ചാനലിലേക്കും സ്വാഗതം. അങ്ങനെ പാഞ്ചാലി സ്വയംവരം കഴിഞ്ഞ് ഹസ്തിനപുരത്തിലെത്തിയ പാണ്ഡവർ അവർക്ക് വീതമായി പതിച്ചു കിട്ടിയ അല്ലെങ്കിൽ വീതമായി നൽകിയ ആ രാജ്യത്തിലേക്ക്, ഖാണ്ഡവ പ്രസ്ഥത്തിലേക്ക് യാത്രയായി. അവിടെ ഒരു കൊട്ടാരവും കോട്ടയും ഒക്കെ പണി കഴിപ്പിച്ച് അവിടെ താമസിച്ച വിവരമാണ് കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞു നിർത്തിയത്. അവിടെ അവരെ സന്ദർശിക്കാനായി നാരദ മഹർഷി വന്നെത്തുകയും നാരദ മഹർഷി അവർക്കിടയിൽ ഉണ്ടാകാനിടയുള്ള വലിയ ഒരു പ്രശ്നത്തെക്കുറിച്ച് സൂചിപ്പിക്കുകയും ചെയ്തു. നാരദ മഹർഷി പറഞ്ഞ ഇതാണ്: ഒരു സ്ത്രീ കാരണം ലോകത്ത് പലരും നശിച്ചിട്ടുണ്ട്. അത് നമുക്കറിയാവുന്ന കാര്യമാണ്. നമ്മളും കേട്ടിട്ടുണ്ട്. കനകം മൂലം, കാമിനി മൂലം കലഹം പലവിധമുലകിൽ സുലഭം എന്ന വരികൾ നമ്മൾ കേട്ടിട്ടുണ്ട്. അവിടെ പക്ഷേ പ്രശ്നം സ്ത്രീയുടെ അല്ല കേട്ടോ, ആണുങ്ങളുടേതാണ്, പുരുഷന്മാരുടേതാണ്. കാരണം ഇതിനു വേണ്ടി കലഹിച്ച്, സ്ത്രീകൾക്ക് വേണ്ടി കലഹിച്ച് പുരുഷന്മാരാണ് നശിക്കുന്നത്. ഹെലൻ എന്ന യുവതിക്ക് വേണ്ടി ഉണ്ടായ ട്രോജൻ യുദ്ധമൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യമാണ്. ട്രോയ് നഗരത്തെ ചമ്പലാക്കിയ കാര്യമൊക്കെ നമ്മൾ കഥകളിൽ കേട്ടിട്ടുള്ളതാണ്. അപ്പോൾ നാരദ മഹർഷി പറഞ്ഞു വന്നതും ഇതാണ്: നിങ്ങൾക്ക് 5 പേർക്കും കൂടി ഒരു ഭാര്യയാണ് ഉള്ളത്. സ്ത്രീ കാരണം നശിച്ച 2 പേരുടെ കഥ ഞാൻ പറയാം. പണ്ട് ഹിരണ്യകശിപുവിന്റെ ഗോത്രത്തിൽ നികുംഭൻ എന്നു പേരായ ഒരു അസുരൻ ഉണ്ടായിരുന്നു. ആ അസുരന് 2 മക്കളുണ്ടായി, സുന്ദനും ഉപസുന്ദനും. ഈ സുന്ദോപസുന്ദന്മാർ ചിന്തിച്ച് ഒരു വരം വാങ്ങണം എന്ന് തീരുമാനിച്ചു. ബ്രഹ്മാവിനെ തപസ് ചെയ്ത്, കാരണം അസുരന്മാർക്ക് സ്വാഭാവികമായിട്ടും ലോകം ഒട്ടാകെ ഭരിക്കണം എന്നൊരാഗ്രഹം തോന്നും. അങ്ങനെ അവർ ബ്രഹ്മാവിനെ തപസ് ചെയ്ത് വരം വാങ്ങാൻ തീരുമാനിച്ചു. വലിയ ഘോരമായ തപസ്സാണ്. ആ തപസ് കാരണം ലോകം മൊത്തം ചുട്ടു പഴുത്തു തുടങ്ങി. ഒടുവിൽ ബ്രഹ്മാവിന് അവരുടെ മുൻപിൽ പ്രത്യക്ഷപ്പെടേണ്ടി വന്നു. ബ്രഹ്മാവിനോട് അവർ ചോദിച്ചത്, അല്ലെങ്കിൽ ബ്രഹ്മാവ് അവരോട് പറഞ്ഞത്, നിങ്ങൾക്ക് അമർത്യത്വം ഒഴികെ അല്ലെങ്കിൽ മരണമില്ലായ്മ ഒഴികെ മറ്റ് എന്ത് വരം വേണമെങ്കിലും ചോദിക്കാം എന്നാണ്. അവർ അങ്ങനെ പരസ്പരം ആലോചിച്ചു. തങ്ങളെ ആരും കൊല്ലാൻ പാടില്ല, വീര്യവും ബാക്കിയെല്ലാം തങ്ങൾക്കുണ്ട്, പക്ഷെ തങ്ങളെ ആരും വധിക്കരുത്. പലരെയും ഉപായത്തിൽപ്പെടുത്തി മഹാവിഷ്ണു കൊന്നിട്ടുള്ള കഥയൊക്കെ അവർക്ക് അറിയാം. അതുകൊണ്ട് തന്നെ അവർ തീരുമാനിച്ചു, ഞങ്ങൾ വധിക്കപ്പെടുകയാണെങ്കിൽ അല്ലെങ്കിൽ ഞങ്ങളെ ആർക്കെങ്കിലും കൊല്ലാൻ സാധിക്കുമെങ്കിൽ അത് ഞങ്ങൾക്ക് മാത്രമേ ഞങ്ങളെ കൊല്ലാൻ സാധിക്കൂ. ഞങ്ങൾ തമ്മിൽ പോരടിച്ചാൽ മാത്രമേ ഞങ്ങൾ മരിക്കുകയുള്ളൂ എന്ന ഒരു വരം വേണം. ഇതാണ് അവർ ബ്രഹ്മാവിനോട് ആവശ്യപ്പെട്ടത്. ബ്രഹ്മാവ് പറഞ്ഞു, അങ്ങനെ ആകട്ടെ, തഥാസ്തു. ഈ വരസിദ്ധി കൊണ്ട് അഹങ്കാരം മൂത്ത ഈ ദാനവർ ലോകം മുഴുവൻ കീഴടക്കാൻ ആരംഭിച്ചു. അവർ ദേവന്മാരെയും മഹർഷിമാരെയും ഒക്കെ ഉപദ്രവിച്ചു തുടങ്ങി എന്നാണ് കഥയിൽ പറയുന്നത്. അങ്ങനെ ലോകത്തിന് മൊത്തം ഇവർ ശല്യമായപ്പോൾ എല്ലാവരും കൂടി ചേർന്ന്, ദേവന്മാരെല്ലാവരും കൂടി ചേർന്ന് ബ്രഹ്മാവിനെ കണ്ട് സങ്കടമുണർത്തിച്ചു. അല്ലെങ്കിലും മുൻപും അങ്ങനെയാണല്ലോ, ബ്രഹ്മാവ് ഒരു വരം കൊടുക്കുക, അത് ലോകത്തിന് മൊത്തം ഉപദ്രവമായി തീരുക, പിന്നീട് അവരെ ആ ഉപദ്രവത്തിൽ നിന്ന് രക്ഷിക്കാനായി ദേവന്മാർ മഹാവിഷ്ണുവിനെയൊക്കെ ചെന്ന് ശരണം പ്രാപിക്കുക. ഇതൊക്കെയാണ് സംഭവിച്ചിട്ടുള്ളത് കഥകളിൽ. ഏതായാലും ഇവിടെ ബ്രഹ്മാവ് തന്നെ ഒരു പ്രതിവിധി നിർദ്ദേശിച്ചു. അവരെ തമ്മിൽ പിണക്കിയാൽ മാത്രമേ അവരെ വധിക്കാൻ സാധിക്കൂ, അവർക്ക് പരസ്പരമേ കൊല്ലാൻ സാധിക്കൂ. അതുകൊണ്ട് ഒരു സുന്ദരിയെ ഉപയോഗിച്ചുകൊണ്ട് അവരെ തമ്മിൽ പിണക്കുന്നത് ആയിരിക്കും നല്ലത് എന്ന് ബ്രഹ്മാവ് തീരുമാനിച്ചു. ബ്രഹ്മാവ് അവരോട് പറഞ്ഞു. വിശ്വകർമാവിനെ വിളിച്ചു വരുത്തി. വിശ്വകർമാവ് ലോകത്തിലെ മുഴുവൻ രത്നങ്ങളും എടുത്ത് ആ രത്നങ്ങളുടെ അംശങ്ങളെ എടുത്തുകൊണ്ട് അംശങ്ങൾ ചേർത്ത് ഒരു സുന്ദരിയെ നിർമ്മിച്ചു. അങ്ങനെ അംശങ്ങൾ ചേർത്ത്, തിലം ചേർത്ത് നിർമ്മിക്കപ്പെട്ട സുന്ദരി ആയതുകൊണ്ട് തന്നെ അവൾ തിലോത്തമ എന്ന് അറിയപ്പെട്ടു. തിലോത്തമ അതീവ സുന്ദരിയായിരുന്നു. അവളെ കണ്ട ഓരോ ദേവന്മാരും കണ്ണെടുക്കാതെ അവളെ തന്നെ നോക്കി നിന്നു. ശിവനൊക്കെ അവളെ നോക്കുന്നത് കണ്ട് അവൾ മറ്റൊരു സ്ഥലത്തേക്ക് മാറിയപ്പോൾ ശിവന് ആ ഭാഗത്തൊരു മുഖമുണ്ടായി. അങ്ങനെ തലയ്ക്ക് ചുറ്റും ശിവന് മുഖമുണ്ടായി എന്നൊക്കെയാണ് കഥയിൽ പറയുന്നത്.
അത്രമാത്രം സുന്ദരിയായിരുന്നു. ആരെയും ഒറ്റ നോട്ടത്തിൽ ആകർഷിക്കാൻ പറ്റുന്ന തരത്തിലുള്ള സൗന്ദര്യം അവളിൽ നിറഞ്ഞിരുന്നു. ഈ സുന്ദരിയെ കാര്യമൊക്കെ പറഞ്ഞ് സുന്ദോപസുന്ദന്മാരുടെ സമീപത്തേക്ക് വിട്ടു. സുന്ദോപസുന്ദന്മാർ ഇവളെ കണ്ടു. ഇവളെ കണ്ട് ഇവളോട് വിവാഹ അഭ്യർത്ഥന നടത്തി. അപ്പോൾ അവൾ പറഞ്ഞു, എനിക്ക് നിങ്ങളെ രണ്ടുപേരെയും ഇഷ്ടമായി, പക്ഷേ എനിക്ക് നിങ്ങളിൽ ഒരാളെ വിവാഹം കഴിക്കാൻ സാധിക്കൂ. അത് ആരാകണം എന്ന് നിങ്ങൾ തീരുമാനിക്കുക. അപ്പോൾ ബ്രഹ്മാവ് നൽകിയ അല്ലെങ്കിൽ ബ്രഹ്മാവിൽ നിന്ന് വാങ്ങിയ വരത്തെക്കുറിച്ച് ഒന്നും ചിന്തിക്കാതെ സുന്ദനും ഉപസുന്ദനും കൂടി പരസ്പരം തർക്കമായി. എനിക്കാണ് അവൾ ചേരുക, നീ ജ്യേഷ്ഠനായ എനിക്ക് വേണ്ടി മാറി നിൽക്കണം എന്ന് സുന്ദനും, അനുജനായ എനിക്ക് വേണ്ടി ജ്യേഷ്ഠൻ മാറി നിൽക്കണം എന്ന് ഉപസുന്ദനും. അങ്ങനെ പരസ്പരം വലിയ തർക്കമായി. ഒടുവിൽ ഇവർ പോരിലേക്ക് ഇറങ്ങി. അങ്ങനെ പോരടിച്ച് ഇവർ പരസ്പരം മുറിവേൽപ്പിച്ച് രണ്ടുപേരും മരിച്ചു വീഴുകയാണ് ഉണ്ടായത്. അങ്ങനെ തിലോത്തമ ലോകത്താർക്കും വധിക്കാൻ കഴിയാതിരുന്ന രണ്ട് അസുരന്മാരെ പരസ്പരം പോരടിപ്പിച്ച് കൊന്നു. ഈ കഥയാണ് സുന്ദോപസുന്ദാഖ്യാനം എന്ന് പറയുന്നത്. നാരദൻ പറഞ്ഞു, അതുകൊണ്ട് സുന്ദരി കാരണം നിങ്ങളുടെ ഇടയിൽ ഒരു അന്തഛിദ്രം ഉണ്ടായിക്കൂടാ. അതിനുള്ള വഴി നിങ്ങൾ സ്വീകരിക്കണം, അതിനൊരു വ്യവസ്ഥ വയ്ക്കണം. അതായത് ജ്യേഷ്ഠനായിട്ടുള്ള ഒരാൾ അല്ലെങ്കിൽ സഹോദരൻ പാഞ്ചാലിയുമായി ഇരിക്കുമ്പോൾ മറ്റാരെങ്കിലും ആ പ്രദേശത്തെത്തുകയോ ആ മുറിയിലേക്ക് പ്രവേശിക്കുകയോ ചെയ്താൽ അവർ 12 മാസം തീർത്ഥയാത്ര നടത്തണം, ബ്രഹ്മചര്യ വ്രതം അനുഷ്ഠിക്കണം, വനവാസം നടത്തണം എന്നൊരു നിശ്ചയം നിങ്ങൾ തമ്മിൽ ഉണ്ടാക്കണം എന്ന് പറഞ്ഞു. ഇത് കേട്ട പാണ്ഡവന്മാർ നാരദന്റെ വാക്കുകൾ പ്രകാരം അല്ലെങ്കിൽ അതുപോലെ തന്നെ ചെയ്യാമെന്ന് തീരുമാനിക്കുകയും അവർ ഒരു ദൃഢനിശ്ചയത്തിലെത്തുകയും ചെയ്തു. അങ്ങനെ സഹോദരനുമൊപ്പം പാഞ്ചാലി ഇരിക്കുന്നത് കാണാനിടയായാൽ ആ വ്യക്തി 12 മാസം വനവാസം നടത്തണം, ബ്രഹ്മചര്യവ്രതം അനുഷ്ഠിക്കണം എന്നൊരു നിശ്ചയം ഇവർ തമ്മിൽ ഉണ്ടാക്കി. ഈ കുഞ്ഞുകുട്ടൻ തമ്പുരാൻ തർജ്ജമ ചെയ്ത മഹാഭാരതത്തിലൊന്നും ബ്രഹ്മചര്യവ്രതത്തിന്റെ കാര്യം പറയുന്നില്ല, കേവലം വനവാസം എന്ന് മാത്രമാണ് പറയുന്നത്. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ഒരു ബ്രാഹ്മണൻ തൻ്റെ പശുക്കളെ ആരോ കട്ടുകൊണ്ടുപോയി എന്ന് പറഞ്ഞ് അർജുനനെ കാണാനെത്തുന്നു. ഖണ്ഡവപ്രസ്ഥത്തിൽ ആ രാജ്യത്തുണ്ടാകുന്ന ഒരു മോഷണമാണ്. പശുക്കളെ ആരോ കൊണ്ടുപോയിരിക്കുന്നു. ബ്രാഹ്മണൻ അലറി വിളിച്ച് അർജുനന്റെ അടുത്ത് എത്തുകയാണ്. അർജുനൻ ഉടൻ തന്നെ ആയുധങ്ങളും എടുത്ത് പോകാൻ ഒരുങ്ങുന്നു. പക്ഷേ ആയുധം വെച്ചിരിക്കുന്നത് യുധിഷ്ഠിരനും പാഞ്ചാലിയും കൂടി ഇരിക്കുന്ന മുറിയിലാണ്. ആ മുറിയിൽ യുധിഷ്ഠിരനും പാഞ്ചാലിയും ഇരിപ്പുണ്ട്. വ്യവസ്ഥ പ്രകാരം ആ മുറിക്കകത്ത് പ്രവേശിക്കാൻ പറ്റില്ല. ബ്രാഹ്മണന്റെ പശുക്കളെയാണെങ്കിൽ കള്ളന്മാർ മോഷ്ടിക്കുകയും ചെയ്തിരിക്കുന്നു. ഉടനടി ഇടപെടേണ്ട ഒരവസരം കൂടിയാണ്. അങ്ങനെ അർജുനൻ ധർമ്മസങ്കടത്തിലാകുന്നു. എന്തായാലും ഉടൻ തന്നെ ചെന്ന് ആ മുറിയിൽ പ്രവേശിച്ച് ആയുധങ്ങൾ അർജുനൻ എടുത്തുകൊണ്ടു പോകുന്നു. അങ്ങനെ ബ്രാഹ്മണന്റെ പശുക്കളെ അദ്ദേഹം മോഷ്ടാക്കളിൽ നിന്ന് മോചിപ്പിക്കുന്നു. അവരെ കീഴടക്കി അവരെ പശുക്കളെ മോചിപ്പിച്ച് ബ്രാഹ്മണന് കൊടുക്കുന്നു. പക്ഷേ അർജുനൻ തിരിച്ചെത്തി പറയുന്നു, ജ്യേഷ്ഠ, വ്യവസ്ഥ പ്രകാരം താൻ വനവാസത്തിന് പോവുകയാണ്. ധർമ്മപുത്രർ തടയാൻ ശ്രമിക്കുന്നുണ്ട്. അത് നീ ചെയ്തത് തികച്ചും ധർമ്മമായിട്ടുള്ള കാര്യമാണ്. ഒരു രാജാവിന്റെ ധർമ്മം നീ അനുസരിക്കുക മാത്രമേ ചെയ്തുള്ളൂ, അല്ലെങ്കിൽ അനുഷ്ഠിക്കുക മാത്രമേ ചെയ്തുള്ളൂ. അതിന്റെ പേരിൽ ധർമ്മലോപം ഉണ്ടായിട്ടില്ല. നീ വനവാസത്തിന് പോകേണ്ട കാര്യമില്ല എന്ന് യുധിഷ്ഠിരൻ പറയുന്നുണ്ട്. പക്ഷേ അർജുനൻ പറയുന്നു, താൻ വാക്ക് തെറ്റി നടക്കുകയില്ല. ഏർപ്പെട്ടൊരു കരാർ തന്നെയാണ് ഇത്. അർജുനൻ പല ഘട്ടങ്ങളിലും ഉണ്ട് കേട്ടോ. നേരത്തെ പാഞ്ചാലിയെ വിവാഹം ചെയ്യുന്ന ഘട്ടത്തിലും അമ്മയുടെ വാക്ക് താൻ തെറ്റിക്കുകയില്ല, അമ്മ പറഞ്ഞ ആ വാക്ക് അനുസരിക്കും എന്ന് പറഞ്ഞയാളാണ് അർജുനൻ. പിന്നീടും പല ഘട്ടത്തിൽ അർജുനൻ തൻ്റെ വാക്കിൽ പാറ പോലെ ഉറച്ചു നിൽക്കുന്ന സന്ദർഭങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ഏതായാലും അർജുനൻ ഇവിടെ തൻ്റെ വാക്കനുസരിച്ച് അല്ലെങ്കിൽ തങ്ങൾ ഏർപ്പെട്ട കരാർ അനുസരിച്ച് 12 മാസത്തേക്കുള്ള ഒരു വനവാസത്തിനായി അവിടെ നിന്ന് യാത്ര തിരിക്കുന്നു. അങ്ങനെ വനവാസത്തിനിറങ്ങിയ അർജുനൻ ഗംഗാനദിക്കരയിലെത്തുന്നു. അവിടെ വെച്ച് ഉലൂബി എന്ന ഒരു നാഗകന്യക അർജുനനെ കണ്ടുമുട്ടുന്നു. അർജുനനോട് അവൾക്ക് വലിയ അനുരാഗം തോന്നുന്നു. നദിയിൽ കുളിച്ചുകൊണ്ട് നിൽക്കുന്ന അർജുനനെ അവൾ ബലാത്കാരമായി തൻ്റെ കൊട്ടാരത്തിലേക്ക് കൊണ്ടുപോകുന്നു. അവൾ പറയുന്നു, ഞാൻ ഒരു നാഗകന്യകയാണ്, ജലത്തിനടിയിലാണ് അവളുടെ കൊട്ടാരം. ഐരാവത ഗോത്രത്തിൽപ്പെട്ട ഒരു കന്യകയാണ് ഞാൻ. എനിക്ക് അങ്ങയിൽ വലിയ അനുരാഗം ഉണ്ടായിരിക്കുന്നു. അങ്ങന്റെ അഭീഷ്ടം സാധിച്ചു തരണം, എന്നെ വിവാഹം കഴിക്കണം എന്ന് പറയുന്നു. അർജുനൻ പറയുന്നു, അല്ലയോ ഭദ്രേ, ഞാൻ 12 മാസത്തേക്ക് വനവാസം അല്ലെങ്കിൽ ബ്രഹ്മചര്യ വ്രതത്തിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ അവൾ പറയുന്നു, എനിക്ക് ഈ കാര്യമൊക്കെ അറിയാം. അങ്ങ് പാഞ്ചാലിയോടുള്ള കരാർ പ്രകാരമുള്ള ബ്രഹ്മചര്യമല്ലേ, അത് പാഞ്ചാലിയോട് മാത്രം അങ്ങ് പാലിച്ചാൽ മതിയാകും. അത് എന്നോട് ബ്രഹ്മചര്യ വ്രതം ലംഘിക്കുന്നതിൽ തെറ്റില്ല എന്നൊരു ന്യായമാണ് അർജുനനോട് ഉലൂബി പറയുന്നത്. മാത്രമല്ല, ഒരു സ്ത്രീയുടെ
കാമാതുരമായിട്ടുള്ള ഒരു സ്ത്രീയുടെ, കാമാതുരയായ ഒരു സ്ത്രീയുടെ അഭ്യർത്ഥന ചെവിക്കൊള്ളാതിരിക്കുന്നതും ശരിയല്ല എന്ന് ഉലൂബി അർജുനനോട് പറയുന്നു. ഏതായാലും അർജുനൻ ഇവിടെ സമ്മതിക്കുന്നു. നേരത്തെ വാക്ക് മാറാൻ തയ്യാറല്ല എന്ന് പറയുന്ന അർജുനൻ ഇവിടെ അത് മാറുന്നുണ്ട്. അർജുനൻ ഉലൂബിയെ വിവാഹം ചെയ്യുകയും ചെയ്യുന്നു. ഉലൂബിക്ക് അർജുനനിൽ നിന്ന് ഒരു കുഞ്ഞ് ഉണ്ടാകുന്നു. ഇരവാൻ എന്നാണ് ആ കുട്ടിയുടെ പേര്. അവനെപ്പറ്റി മഹാഭാരതത്തിൽ പിന്നീട് അധികം പരാമർശം ഒന്നുമില്ല. മഹാഭാരത യുദ്ധത്തിൽ ഒരു ദിവസം അതിശക്തമായ യുദ്ധം, രാത്രി യുദ്ധത്തിൽ യുദ്ധം ചെയ്യുകയും കനത്ത നാശനഷ്ടം കൗരവർക്ക് ഉണ്ടാക്കുകയും ചെയ്തതായി പരാമർശമുണ്ട്. അലംബുഷൻ എന്നു പേരായ രാക്ഷസന്റെ കൈകളാൽ ഇയാൾ കൊല്ലപ്പെട്ടതായും മഹാഭാരതത്തിൽ പരാമർശിക്കുന്നുണ്ട്. അങ്ങനെ ഉലൂബിയോടത്ത് അവിടെ കഴിഞ്ഞ അർജുനൻ പിന്നീട് തിരിച്ച് ഗംഗാ നദിയുടെ തീരത്തേക്ക് മടങ്ങുന്നു. അവിടെ വെച്ച് ഉലൂബി അർജുനന് ഒരു വരം കൊടുക്കുന്നു. ജലജീവികളിൽ നിന്ന് അങ്ങേക്ക് ഒരു ആപത്തും ഉണ്ടാവുകയില്ല, ജലത്തിൽ വെച്ചുള്ള യുദ്ധത്തിൽ അങ്ങയെ ആർക്കും തോൽപ്പിക്കാനാവുകയില്ല എന്നൊരു വരം ഉലൂബി അർജുനന് നൽകുന്നുണ്ട്. അർജുനൻ പിന്നീടും വിവാഹങ്ങൾ കഴിക്കുന്നുണ്ട്. അതിലൊന്ന് വലിയ വിവാദമുണ്ടാക്കിയ ഒരു വിവാഹമാണ്. അത് നമുക്ക് അടുത്ത എപ്പിസോഡിൽ പറയാം. മഹാഭാരതത്തിന്റെ കഥകൾ കേൾക്കുന്നതിനായിട്ട് ജസ്റ്റ് ഡീകോഡ് എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു. നമസ്കാരം.